ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 19, 10-ാം പദം 39 എങ്കിൽ ആ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത്? നമുക്ക് ഓപ്ഷൻസ് എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ മാത്രമാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a+n-1 × d. എല്ലാവരും എഴുതിയെടുക്കുക. nth ടേം a+n-1 × d. n-ാം പദം കാണാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു പദം കാണാൻ വേണ്ടിയിട്ട് a+n-1 × d. എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം, n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണോ ആ പദം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇനി നമുക്ക് 5-ാമത്തെ പദമാണ് ഇവിടെ തന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ 5th ടേം a+n-1 × dക്ക് എന്നിന് പകരം 5 - 1 × d. ഓക്കെ, അപ്പോൾ 5-ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 19 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 19 a+4 5 - 1 4d. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടേമിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10-ാമത്തെ പദം 39 ആണ്. നമ്മൾ 10-ാമത്തെ പദം കാണുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ എഴുതും. 10-ാം പദം a+10 - 1 × d. 10-ാം പദം നമുക്ക് 39 ആണെന്ന് തന്നിട്ടുണ്ട്. 39 a+9d. നമുക്ക് അടുത്ത പദത്തിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുക. ഇനി ഇവ തമ്മിൽ നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. a+9d = 39 എന്നും a+4d = 19 എന്നും ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റിയെന്നുള്ളൂ. വലുതിൽ നിന്ന് ചെറുതെന്താക്കുക, നമ്മൾ കുറയ്ക്കുക. 39 19 കുറച്ചാൽ 20, 9d 4d കുറച്ചാൽ 5d, a കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പം 5d = 20, d = 20/5 = 4. അപ്പോൾ നമുക്ക് d അതായത് പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി? 4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യ പദം, അതായത് എ എത്രയാണെന്നാണ്. നമ്മൾ എ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് കിട്ടിയ 19-ാമത്തെ 5-ാം പദത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. 5-ാം പദം എന്ന് പറഞ്ഞാൽ 19. അപ്പോൾ 19 a+4d. ഇത് ഏത് ഇക്വേഷനിൽ ഇട്ടാലും മതി. 5-ാം പദത്തിൻ്റെ ഇക്വേഷനിൽ ഇട്ടാലും മതി, 10-ാം പദത്തിൻ്റെ ഇക്വേഷനിൽ ഇട്ടാലും മതി. 5-ാം പദത്തിൻ്റെ ഇക്വേഷനിൽ ഇട്ടു. അപ്പോൾ 19 a+4 × 4 a+16. അപ്പോൾ 19 a+16. നമുക്ക് 19 - 16 = a. 19 16 പോയാൽ 3.